ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നില്ല. അപ്പോഴേ ഞങ്ങൾക്ക് ഇന്നൊരു സാധനം കിട്ടിക്കാൻ ജാക്ക് ഫ്രൂട്ട്. അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ പോയി നമ്മൾ കുറച്ച് വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്കിന്ന് ചക്ക വെച്ചിട്ട് ചക്കയുടെ ഉണ്ടാക്കാനാണ് പ്ലാൻ കേട്ടോ. അപ്പൊ എൻ്റെ വിനാടിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചക്കയുടെ ഉണ്ടാക്കുന്നത്. അപ്പൊ വിനാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ ഞാനത് വെട്ടിപ്പോൾ നല്ല മണം. അപ്പൊ ഞാനൊന്ന് മണത്തി വിനാനൊന്ന് മണപ്പിച്ചു കേട്ടോ. ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി അത് വെട്ടിയിട്ട് പാത്രത്തിലോട്ടൊക്കെ ആക്കി തന്നു കേട്ടോ. ഞാൻ വെട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു നടക്കൊന്നും പോകില്ല. അപ്പൊ ഞാൻ വിനാനെ കൂടെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് കൂടി അത് എല്ലാം ഒരു പാത്രത്തിലോട്ടാക്കി കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അതിന്റെ കുരു അതെല്ലാം വേർതിരിച്ചു കേട്ടോ. അപ്പൊ മോൾ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേട്ട് ഞങ്ങള് വളരെ ചില്ല് ചെയ്ത് അതൊക്കെ അരിയാണ് കേട്ടോ. അപ്പൊ അറിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് വിചാരിച്ചത്, അയ്യോ കത്തിര വെച്ച് വരുമ്പോൾ കയ്യറയുടെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ കയ്യറ അങ്ങോട്ട് മാറ്റിയിട്ടു കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം കത്തി വെച്ച് അരിയാനായിരുന്നു പ്ലാൻ. അതുകൊണ്ടാണ് കയ്യറ വന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് കൂടി അതെല്ലാം വൃത്തിയാക്കിയല്ലായിരുന്നു. അപ്പൊ മോൾ എന്നോടൊക്കെ പറയുകയാണ് കേട്ടോ, ചക്കക്കുരും വെച്ചിട്ട് നമുക്ക് ചക്കക്കുരുക്കറി ഉണ്ടാക്കാന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്നൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അത് നന്നായിട്ട് അതൊക്കെ അരിഞ്ഞു കേട്ടോ. അരിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് അതെടുത്തിട്ട് മിക്സിക്കകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട്, അത് ഇച്ചിരി ഒന്ന് പഴുക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഭയങ്കര കട്ടി. അപ്പൊ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അപ്പൊ നന്നായിട്ട് കുഴക്കാനൊക്കെ പറ്റൂലോ. അങ്ങനെ ഞാൻ അതെല്ലാം മാവിലോട്ടിട്ട് എന്നിട്ട് ഞാൻ ചെയ്ത് കുറച്ച് തേങ്ങയും കൂടി ഇട്ടു കേട്ടോ. അപ്പൊ അങ്ങനെ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞങ്ങൾക്കിപ്പോൾ കുറച്ച് മധുരത്തിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ഇട്ടു കേട്ടോ. അങ്ങനെ ഞാൻ അതൊന്ന് കുഴക്കാൻ നോക്കിയിട്ട് അതൊന്നും പറ്റില്ല കേട്ടോ. അത് ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ. നന്നായിട്ട് അതൊക്കെ ഒന്ന് കുഴച്ചു തന്നു കേട്ടോ. അപ്പൊ ശേഷം ഞാനൊരു ഇല എടുത്തിട്ട് ആ ഇലയിലോട്ട് വളരെ നേരിയതായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് നമ്മുടെ ഇഡലി പാത്രത്തിനകത്തേക്ക് വെച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ എല്ലാം നമ്മള് പരത്തി ഇഡലി പാത്രത്തിൽ വെച്ചു കൊടുത്ത് നന്നായിട്ട് മൂടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്തു കേട്ടോ. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മളുടെ അപ്പം അവിടെ റെഡി ആയി കേട്ടോ. നോക്കിക്കേ നല്ല ആദ്യമൊക്കെ പരക്കുന്ന ചക്കയുടെ. എന്നിട്ട് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി അങ്ങനെ ഡൈനിങ് ടേബിളെ കൊണ്ടുവച്ചു കേട്ടോ. ബാക്കി ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. വിനാടി ഇത് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഒന്ന് വിനാട് എനിക്ക് വലിയ ഗുഹയ്ക്കകത്തേക്ക് കയറിയുന്ന പോലെ ഗൈസ് എന്റെ എന്റെ വായിക്കകത്തേക്ക് കയറുന്നത്. റൊമാൻറ്റിക് ആയിട്ടൊക്കെ തരണം. ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. സമയം എത്രയാണെന്ന് ആരും ചോദിക്കരുത്. അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.